ബ്യൂറോയുടെയും കൊച്ചി ബ്യൂറോയുടെയും ഓണാഘോഷം കൊണ്ടു വിപുലമായ ഓണം ആഘോഷിച്ച ഞങ്ങളുടെ ദില്ലി ബ്യൂറോയും. അങ്ങനെ കേരളത്തിൽ നിന്ന് മാറി നിന്നാലൊന്നും കേരളത്തിന്റെ തനത് ആഘോഷങ്ങളിൽ നിന്ന് ആരും പിന്നോട്ടില്ല. മറുനാടൻ മലയാളികൾക്കും ഓണം ആഘോഷിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ സംഘം. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അടിയും പാടിയും സദ്യ കഴിച്ചും കളർഫുള്ളാക്കി ദില്ലി ഓണം. ഒരുമിച്ച് പറ ഹാപ്പി ഓണം. കേരളത്തിലല്ലെങ്കിലും ദില്ലിയിൽ ഓണാഘോഷം വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ്. നമ്മൾ ദില്ലി ബ്യൂറോയിലാണ്, റിപ്പോർട്ടർ ടിവിയുടെ ബ്യൂറോയിലാണ്. ഇവിടെ അഭിനന്ദ്, കണ്ണൻ അടക്കമുള്ള റിപ്പോർട്ടർ ടിവിയിലെ ക്യാമറമാന്മാരും റിപ്പോർട്ടർമാരും എല്ലാം ഒത്തുചേർന്നിരിക്കുന്നു. അവരുടെ കുടുംബങ്ങളുണ്ട്. മനോഹരമായ അതിമനോഹരമായൊരു പൂക്കളം ഇവിടെ ഇട്ടിരിക്കുന്നു. ആരാ അഭിനന്ദ് പൂക്കളം ഇട്ട്? നമ്മുടെ അതുലേട്ടൻ. ക്യാമറമാൻ അതുലാണ് പൂക്കളം ഇട്ടത്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ചെറിയൊരു നീക്കം. ഓണാഘോഷം എങ്ങനെയാണ്? അടിപൊളി. ഈ നാട്ടിലേക്കാരും കൂടുതൽ ഓണം എപ്പോഴും ആഘോഷം നീണ്ടു പോകുന്നത് ഡൽഹിയിലാണ്. കാരണം നാട്ടിലാണെങ്കിൽ തിരുവോണം കഴിഞ്ഞാൽ പിന്നെ ആഘോഷം, ഡൽഹി തിരുവോണം കഴിഞ്ഞ് അങ്ങോട്ടാണ് ആഘോഷം തുടങ്ങുന്നത്. ഒരുപാട് അസോസിയേഷൻ്റെ ആഘോഷമുണ്ട്. അങ്ങനെ ആഘോഷം ഇനി അങ്ങോട്ട് ഡിസംബർ വരെയൊക്കെ ഓണം നീളും. തീർച്ചയായും ഒരു മാസത്തെ ഓണം കിട്ടും. പൂക്കളം മാത്രമേ ഉള്ളൂ? ഞം അല്ല, സദ്യ ഉണ്ട്, 16 കൂട്ടം കറിയുണ്ട്, 2 പായസമുണ്ട്, അടിപൊളി അലിബാട് ബുക്കിംഗ്. അഭിനന്ദ് എങ്ങനെയുണ്ട് ഓണം? അടിപൊളി ഓണം. ഒന്നാമത്തെ കാര്യം റിപ്പോർട്ടറിൽ ആദ്യത്തെ ഓണമാണ്, ദില്ലിയിൽ ആദ്യത്തെ ഓണമാണ്, മൊത്തോടെ അടിച്ച് പൊളിക്കുന്ന ഓണമാണ്. ഏതായാലും ഇവിടെ ഹർഷയുണ്ട്, നോബലിന്റെ പ്രിയ പത്നി സഹധർമ്മിണിയാണ്. എങ്ങനെയുണ്ട് ഓണം? ആദ്യത്തെ ഓണം. ഓണത്തിന്റെ സ്പെഷ്യൽ എന്താ? എങ്ങനെയുണ്ട് ഓണം? ഡൽഹിയിൽ ആദ്യമായിട്ട് ഓണം. ഞാനും നോബിളും ആദ്യമായിട്ട് ഒന്നിച്ച് ഓണം ആഘോഷിക്കണേ. നമ്മുടെ മാർക്കറ്റിംഗിലെ 2 ജീവനക്കാരാണ്, ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. മാം, കൈസേ ഓണം ക്യാ ലഗ്താ ആപ്കോ? Onam is a beautiful festival, you know, with all flowers, sadhya, food, clothes, you know, every year I look forward to this festival, you know. It's a beautiful thing to celebrate. Yes sir, happy Onam and Onasham Shankar. അതാണ് പഠിച്ചു, മലയാളം പഠിച്ചു. ഇവിടെ നമ്മുടെ ചില ജീവനക്കാരുണ്ട്. യാഷ് ഇവിടുത്തെ ഓഫീസ് ബോയ് ആയ പ്രവീൺ തമിഴ്നാട്ടുകാരനാണ്, അതുകൊണ്ടാണ് മുണ്ടൊക്കെ കൊടുത്തു വന്ന. ठीक है सब बढ़िया. रिपोर्टर को क्या बोलना? Happy Onam. ഈ അത്തപ്പൂക്കളം ഇട്ട അതുൽ ഒപ്പം ഉണ്ട്. എങ്ങനെയാ ഇത്? വൈഫ് അവിടെ നിന്ന് അയച്ചു തന്നെ അല്ലേ? അയച്ചു മുണ്ടില്ലാന്ന് പറഞ്ഞു. ഓണക്കോടി ഒരു മാത്രമേ ഉള്ളൂ. ശരിക്കും കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ കൃത്യം കരയോട് ഒപ്പിച്ച ഷർട്ട് ഒക്കെ എടുത്ത് അയച്ചു തന്നു. ഇത്ര പിന്നല്ല. ഏതായാലും വിപുലമായ ആഘോഷമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അടിപൊളി ഒരു അത്തപ്പൂക്കളം ഇവിടെ ഇട്ടിരിക്കുന്നു. കുട്ടികളും ഫാമിലിയും ഒക്കെയായി ഓണം ആഘോഷിക്കുകയാണ് റിപ്പോർട്ടർ ടി വി കുടുംബവും. ദില്ലിയിൽ നിന്ന് ടീം റിപ്പോർട്ടർ. ഓക്കെ, അപ്പോ പ്രേക്ഷകരില്ലാതെ ഞങ്ങൾക്ക് എന്താ ഓണം? അതുകൊണ്ടാണ് നമ്മുടെ ഓണാഘോഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടെ കൊച്ചി സ്റ്റുഡിയോയിൽ വിപുലമായ ഓണാഘോഷമായിരുന്നു, അതിന്റെ കാഴ്ചകൾ. ഒപ്പം കോഴിക്കോട് ബ്യൂറോയുടെ ഓണാഘോഷം കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ കോഫി വിത്ത് മാധുവിൽ വിത്ത് കാണിച്ചിരുന്നു. വമ്പൻ ഡാൻസ് ഒക്കെ ആയിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ ആയി നമ്മൾ നാളെയും പ്രേക്ഷകരോടൊപ്പം ഇരിക്കും.